തെരഞ്ഞെടുപ്പിന് തലേന്ന് വോട്ടിന് പണം ആരോപണവും. പാലക്കാട് ബിജെപി പ്രവർത്തകർ വോട്ടർമാർക്ക് പണം നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കോൺഗ്രസ്. പണം വിതരണം ചെയ്തത് കണ്ണാടി മേഖലയിൽ. ശോഭാ സുരേന്ദ്രൻ ദൃശ്യങ്ങൾ പകർത്തിയവരെ ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണം. എന്റെ മൊബൈലിൽ മരുന്ന് വാങ്ങാനുള്ള പണം ചോദിച്ചു വാങ്ങിയതാണെന്ന് വയോധിക. കേരളം നാളെ പോളിംഗ് ബൂത്തിൽ. വിധി നിർണയിക്കുന്നത് 2,72,00,000 വോട്ടർമാർ. വോട്ടർമാരിൽ 5 ലക്ഷത്തോളം കന്നി വോട്ടർമാർ. 883 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. 2040 പ്രശ്നബാധിത ബൂത്തുകളിൽ കനത്ത സുരക്ഷ. സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചാരണത്തിൽ. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ബാലറ്റ് പേപ്പർ നൽകാത്തതിൽ കോടതി ഇടപെടൽ. പോലീസ് സ്റ്റേഷന് മുന്നിൽ പൊട്ടിക്കരഞ്ഞ് അടൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശാന്തകുമാർ. സത്യസന്ധമായി അന്വേഷണം നടത്തണമെന്നാണ് ഞാൻ എന്റെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. എന്റെ വക്കീൽ മാത്രമേ ഞാൻ എന്റെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. നിലവിലൊരു കേസ് എനിക്കില്ല. ഞാൻ പത്തനംതിട്ട ബാങ്ക് മെമ്പറാണ്. ഞാൻ ഈ കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്ന വക്കീൽ. എന്റെ ഫയൽ ഇപ്പോഴും ആർഡിയോയുടെ മുന്നിലുണ്ട്. ഞാൻ പ്രതിയാണെന്നാണ് അവർ നിലവിൽ ഞാൻ പ്രതിയാണ്. ഞാൻ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണെന്നാണ് പറയുന്നത്. ഒരു കോടതി എന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. പശ്ചിമേഷ്യയിൽ താൽക്കാലിക ആശ്വാസം. 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ. ഹോർമൂസ് കടലിടുക്ക് തുറക്കാമെന്നും ഇറാന്റെ ഉറപ്പ്. യുദ്ധം US വിജയിച്ചെന്ന് ട്രംപ്. ഒന്നും അവസാനിച്ചിട്ടില്ലെന്ന് മുസ്തഫ ഖമനേയി. ക്രൂഡ് ഓയിൽ വില 17% ഇടിഞ്ഞു. ഓഹരി വിപണിയും മെച്ചപ്പെട്ടു. പ്രളയവിവാദം തുടർന്ന് മാത്യു കുഴൽനാടൻ. 2019 പ്രളയ മുന്നൊരുക്കത്തിലും ആദ്യം ശ്രമിച്ചത് മണൽ മാറ്റാനെന്ന ആരോപണം. ജലവിഭവ വകുപ്പിന്റെ ഉത്തരവ് പുറത്തുവിട്ടു. മാത്യു കുഴൽനാടനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കെ കൃഷ്ണൻകുട്ടി. കള്ളപ്രചാരണമെന്ന് മാത്യു ടി തോമസ്. ചാന്ദ്രദൗത്യം പൂർത്തിയാക്കി ബഹിരാകാശ യാത്രികരുടെ സംഘം ഭൂമിയിലേക്ക്. ഏപ്രിൽ 11 പുലർച്ചെയോടെ പേടകം തിരിച്ചെത്തും. മടക്കയാത്ര സുഗമമെന്ന് നാസ. ബഹിരാകാശത്തു നിന്നുള്ള വിസ്മയ ചിത്രങ്ങൾ പകർത്തി ദൗത്യസംഘം. പാലക്കാട് ശോഭാ സുരേന്ദ്രന് വേണ്ടി BJP പ്രവർത്തകർ വോട്ടർമാർക്ക് പണം നൽകുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടു. കണ്ണാടി മേഖലയിലാണ് പണം വിതരണം ചെയ്തത്. സ്ഥലത്തുണ്ടായിരുന്ന BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ദൃശ്യങ്ങൾ പകർത്തിയവരെ ഭീഷണിപ്പെടുത്തിയെന്നും കോൺഗ്രസിന്റെ ആക്ഷേപമുണ്ട്. ഈ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശമല്ലേ? വിലസെന്താ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. പൈസ കൊടുത്തില്ലേ? എന്റെ മൊബൈലല്ലേ? നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ? നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ? നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ? ഞങ്ങളുടെ വാർഡല്ലേ? നിങ്ങളുടെ വാടാജി എവിടെ? നിങ്ങളുടെ തേങ്ങയില് എവിടെ? നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്താ നിങ്ങൾ എന്റെ മൊബൈലിലേക്ക് എന്റെ മൊബൈലിലേക്ക് നിങ്ങളെന്താ വിചാരിച്ചു? അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ ഞങ്ങൾക്ക് ബഹുമാനത്തോട് കാരണമാണ്. ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ വന്നത് എന്റെ കാറിന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. നിങ്ങൾക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല. അല്ല, നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. അങ്ങനെ മൊബൈലാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇവൻ എങ്ങനെ എന്റെ ഫോട്ടോ എടുക്കും? പറയും. നിങ്ങളുടെ ഫോട്ടോ എടുക്കണ്ടല്ലോ. അതെങ്ങനെ ചേച്ചി നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് ഇല്ലല്ലോ. നിങ്ങൾ ആദ്യം എന്താ? നിങ്ങൾ ആദ്യം മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കിയത്. നിങ്ങൾ പൈസ കൊടുത്ത് തന്നിട്ടല്ലേ ചോദിച്ചത്?
ഈ ദൃശ്യങ്ങളാണ് കോൺഗ്രസ് പുറത്തുവിട്ടത്. ആദ്യ ദൃശ്യത്തിൽ ഒരു വയോധിക പണം വാങ്ങുന്ന ദൃശ്യം ഉണ്ടായിരുന്നു. ഈ പണം നൽകുന്ന ആൾ ശോഭാ സുരേന്ദ്രന്റെ വാഹനത്തിന് അടുത്തേക്ക് വരുന്ന ദൃശ്യങ്ങളും കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ ബാനർ പതിച്ച വാഹനത്തിനടുത്തേക്ക് പോകുന്ന ഈ ദൃശ്യവും കോൺഗ്രസ് പുറത്തുവിട്ടതാണ്. അതിലൊരു വാഹനത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ട് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. പിന്നീട് ശോഭാ സുരേന്ദ്രൻ ഇരിക്കുന്ന വാഹനത്തിന്റെ ദൃശ്യവും ശോഭാ സുരേന്ദ്രൻ ആ വീഡിയോ പകർത്തിയ ആളുകളുമായി തർക്കിക്കുന്ന ദൃശ്യങ്ങളും, മൂന്നാമത്തെ ദൃശ്യം ഈ ദൃശ്യവും കോൺഗ്രസ് പുറത്തുവിട്ടതാണ്. ഇതിൽ ശോഭാ സുരേന്ദ്രൻ ദൃശ്യങ്ങൾ പകർത്തുന്നവരുമായി തർക്കിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ പക്ഷേ ഇതിന് നൽകിയിരിക്കുന്ന വിശദീകരണം തന്റെ വാഹനത്തെ പിന്തുടർന്ന് ചില ആളുകൾ വരുന്നുണ്ടായിരുന്നു, അവരുമായാണ് തർക്കിച്ചത് എന്നാണ്. അത് മാത്രമല്ല, ആ പണം നൽകിയ ആളെ അറിയില്ല എന്നും ആദ്യ ദൃശ്യത്തിലുണ്ടായിരുന്നയാളെ അറിയില്ല എന്നുമാണ് ശോഭാ സുരേന്ദ്രൻ നൽകിയിരിക്കുന്ന വിശദീകരണം. അതേസമയത്ത് തന്നെ പണം വാങ്ങിയതായി കാണുന്ന ഈ ദൃശ്യത്തിൽ കാണുന്ന വയോധികയുടെ വീട്ടുകാർ പറയുന്നത് മരുന്ന് വാങ്ങാൻ പണം ആവശ്യപ്പെട്ടിരുന്നു എന്നാണ്. അത് വയോധിക തന്നെ പറയുകയാണ്, മരുന്ന് വാങ്ങാൻ പണം ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. വീട്ടിലുണ്ടായിരുന്നത് പെൻഷൻ വാങ്ങിയ തുകയെന്ന് കുടുംബവും വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഏറെ വിവാദമാവുകയാണ് ഈ വിഷയം. പാലക്കാട് വോട്ടിന് വേണ്ടി BJP പ്രവർത്തകർ പണം വിതരണം ചെയ്യുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രന് വേണ്ടി പണം വിതരണം ചെയ്യുന്നു എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതിന് തെളിവായി ഈ 3 ദൃശ്യങ്ങളും അവർ പുറത്തുവിടുകയാണ്. പക്ഷേ എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് ഇവയെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ഇത് തമ്മിൽ ബന്ധമില്ല എന്നാണ് പറയുന്നത്. തന്നോടൊപ്പം ഉണ്ടായിരുന്ന ആരും ഇങ്ങനെ പണം നൽകിയിട്ടില്ല എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ വിശദീകരണം. പണം വാങ്ങിയതായി ദൃശ്യത്തിൽ കാണുന്ന വയോധികയുടെ പ്രതികരണമുണ്ട്, അതുകൂടി കാണാം. 4000 ഉണ്ട്. അതല്ല, ആ ശോഭ തരാ പറഞ്ഞു. അമ്മ തരാ പറഞ്ഞു. ഓ അല്ല, ഒരു കൈ കൊടുത്ത് ഇങ്ങനെ തൊഴുതും ഒക്കെ ചെയ്യും. തൊഴുതും ഒക്കെ ചെയ്യും. കാല് കൊടുത്തു നിൽക്കാൻ വയ്യ. ഈ ബാഗിൽ നിന്ന് തരുന്നത്, ഈ ബാഗിൽ നിന്ന് എടുത്ത് തരുന്നത്, ഈ ബാഗിൽ നിന്ന് എടുത്ത് തന്നത് കുട്ടി വേഗം തന്നു. ശരി, ഉള്ളിപ്പൊക്കണം. വയ്യാണ്ട് കറക്കണം തന്നെ. ശരി ശരി ശരി. 5 മാസം അപ്പൊ പൈസ കിട്ടിയില്ല. അവരോട് അമ്മ പൈസ ചോദിച്ചൂലേ? പൈസ കിട്ടിയില്ല എന്നാണ് അവർ പറയുന്നത്. അതേസമയം മരുന്ന് വാങ്ങാനായി പണം ചോദിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ്. നാളെ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ പാലക്കാട് മണ്ഡലത്തിൽ ഈ വിഷയം വലിയ രീതിയിൽ UDF ഉയർത്തിക്കൊണ്ടുവരികയാണ്. CV അനുമോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, 2 മണിക്ക് ഞാൻ മറ്റൊരു ദൃശ്യം പുറത്തുവിടാം എന്ന് ശോഭാ സുരേന്ദ്രൻ വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇതുവരെയുള്ള ഈ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ വോട്ടിന് വേണ്ടി പണം നൽകിയിട്ടുണ്ട് എന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ. പക്ഷേ ശോഭ അവരുമായി തർക്കിക്കുന്നതുമുണ്ടായിരുന്നു, തന്നെ പിന്തുടരുകയായിരുന്നു. ചില കോൺഗ്രസുകാർ തന്റെ വീഡിയോ പകർത്തുകയായിരുന്നു. വീഡിയോകൾ തമ്മിൽ എഡിറ്റ് ചെയ്ത് ചേർത്തിരിക്കുകയാണ്. ഇതൊക്കെയാണല്ലോ ശോഭ നൽകുന്ന വിശദീകരണം. ഈ പുറത്തു വന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പറയുന്നത് പോലെയാണെങ്കിൽ വലിയ തോതിൽ തന്നെ അത് BJPക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തീർക്കുന്നത് തന്നെയാണ്. വോട്ടിന് വേണ്ടി പണം നൽകി എന്ന ഗുരുതരമായ ആരോപണമാണ് ദൃശ്യങ്ങൾ സഹിതം തെളിവ് സഹിതം ഇവിടെ പുറത്തു വന്നിരിക്കുന്നതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ, അവർ പുറത്തുവിട്ട ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കാണാം. ഒരു വെള്ള ചുരിദാർ ധരിച്ച സ്ത്രീ വയസ്സായ സ്ത്രീയുടെ കൂടെ പോകുന്നു, അവർ തിരിച്ചു പോരുന്നു. തുടർന്ന് അവർ നൽകിയ പണം കയ്യിൽ പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് പണം നൽകിയെന്ന് സാധൂകരിക്കാവുന്ന തെളിവായിട്ട് ഇതിനെ കാണാൻ കഴിയും. തുടർന്ന് ആ വെള്ള ചുരിദാറിട്ട സ്ത്രീ ശോഭയുടെ പ്രചരണ വാഹനങ്ങൾക്കരികിൽ നടന്നു പോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നുണ്ട്. സ്വാഭാവികമായിട്ടും BJP ഇതിനെ പ്രതിരോധിക്കാൻ വലിയ പാടുപെടുന്ന സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് വോട്ടിങ്ങിന് വളരെ കുറച്ച് സമയം മാത്രം ബാക്കിയുള്ളപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ സമയത്ത് വോട്ടിനായി പണം നൽകിയെന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ ആ സ്ത്രീ പണം കൊടുത്തതിന് ശേഷം ആ വെള്ള ചുരിദാർ ധരിച്ച സ്ത്രീ നടന്നു വരുമ്പോൾ ശോഭാ സുരേന്ദ്രന്റെ, അനുമോദ് പറഞ്ഞതുപോലെ ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ആ വാഹനത്തിൽ ഒന്നിൽ ശോഭയുണ്ടായിരുന്നു എന്നാണല്ലോ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ആ വാഹനത്തിൽ ശോഭ ഇരിക്കുന്നത് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ച സമയത്താണ് തങ്ങളോട് കയർത്തത് എന്നും അവർ പറയുന്നുണ്ട്. ആ ദൃശ്യങ്ങളും അവർ പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ പ്രതിരോധത്തിലാവുന്നത് ഇപ്പോൾ കാണുന്ന വാഹന വ്യൂഹത്തിൽ ഒന്നിൽ ശോഭയുണ്ടെങ്കിൽ അതൊരു വലിയ രീതിയിലുള്ള പ്രതിരോധം, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ BJPക്ക് ഉണ്ടാക്കുമല്ലോ. പക്ഷെ ശോഭ പറയുന്നത് എന്തോ അവരുടെ കയ്യിൽ ദൃശ്യങ്ങളുണ്ടെന്നാണല്ലോ. തീർച്ചയായും അവിടെ ആ 2 ദൃശ്യങ്ങൾ തമ്മിലൊരു
ആക്ടിവിറ്റിയുടെ കുറവുണ്ട്. അതായത് ഈ പണം കൊടുത്തു എന്ന് കരുതുന്ന അല്ലെങ്കിൽ വെള്ള ചുരിദാറിട്ട സ്ത്രീ നടന്നു പോയിട്ട് ശോഭയുടെ വാഹനത്തിൽ കയറുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നാണ് കരുതുന്നത്. അവർ പോകുന്ന ദൃശ്യങ്ങളും പിന്നീട് തുടർച്ചയായിട്ട് ആ വാഹന വ്യൂഹത്തിൽ ശോഭ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടുള്ളത്. ഇത് തമ്മിൽ, അതായത് ഈ പണം കൊടുത്തത് ശോഭയുടെ കൂടെയുള്ള സ്ത്രീയാണെന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ വരേണ്ടത്. ആ ചിത്രങ്ങൾ ആ വീഡിയോകൾ ഓടിച്ചു നോക്കുമ്പോൾ ആ പണം കൊടുത്ത ആ സ്ത്രീ ശോഭയുടെ വാഹനത്തിൽ ആ ഡോർ തുറക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് ഫോൺ ചെയ്യുന്ന ഒരു ദൃശ്യം കൂടിയുണ്ട്. ശോഭ ഇറങ്ങി വരുന്ന സമയത്ത് അതുകൂടി കാണാമല്ലോ ആ രണ്ടാമത്തെ ദൃശ്യത്തിൽ. ഇത് വലിയ തോതിൽ തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് വലിയ തോതിൽ തന്നെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള ഒരു സാഹചര്യത്തിനുണ്ട്. ഒട്ടേറെ വിവാദങ്ങൾ അല്ലെങ്കിൽ തന്നെ പാലക്കാട് മണ്ഡലത്തിൽ പ്രചരണത്തിനുണ്ടായിട്ടുണ്ട്. അതിന് ഏറ്റവും അവസാനം നിശബ്ദ പ്രചരണ ദിവസം വോട്ടർമാരെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ BJP ശ്രമിക്കുന്നുവെന്ന ഗുരുതരമായ ആക്ഷേപം കോൺഗ്രസ് തെളിവ് സഹിതം അല്ലെങ്കിൽ കോൺഗ്രസ് ആ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിടുമ്പോൾ അവിടെ BJP പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യമാണ്. ശോഭാ സുരേന്ദ്രൻ ആ ദൃശ്യങ്ങൾ പകർത്തിയ ആളെ കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും പ്രകോപിതയെ സംസാരിക്കുകയും ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളുടെ പുറത്തു വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ പ്രതിരോധിക്കാൻ BJP പ്രതിരോധത്തിലായതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ അത്തരത്തിൽ പൊട്ടിത്തെറിക്കുകയും മറ്റും ക്ഷുഭിതയായിട്ട് സംസാരിക്കുകയും കയ്യേറ്റം ചെയ്യുമെന്ന് പറയുകയും ചെയ്യുന്നതെന്ന് തീർച്ചയായിട്ടും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ളത് ഇനി എന്ത് നടപടി എന്നുള്ളതാണ്. നമുക്കറിയാം ഇക്കാര്യത്തിൽ നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടറോട് എന്ത് സംഭവിച്ചു എന്നതിൻ്റെ വിശദീകരണം തേടിയിട്ടുണ്ട്. ആ സംഭവത്തെക്കുറിച്ചുള്ള നിജസ്ഥിതി ആവശ്യപ്പെട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ ഈ ശോഭാ സുരേന്ദ്രൻ്റെ കൂടെയുള്ള സ്ത്രീയാണ് ഈ പണം നൽകിയതെന്ന് തെളിയിക്കാൻ സാധിച്ചാൽ വലിയ തോതിൽ തന്നെ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടാകും. അഴിമതി നിരോധന നിയമപ്രകാരം ജയിച്ച സ്ഥാനാർത്ഥിയാണെങ്കിൽ അവർക്ക് അയോഗ്യത, അവരുടെ ആ ജയം റദ്ദാക്കപ്പെടും. അല്ലെങ്കിൽ അവർ 6 വർഷത്തേക്ക് മത്സരിക്കാൻ അവർക്ക് കഴിയാത്ത സാഹചര്യം, അയോഗ്യത വരും. അത്തരത്തിൽ നിയമപരമായിട്ട് തന്നെ ഇതിന് ഒട്ടേറെ കുരുക്കുകളുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് നിയമപരമായിട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നിലവിൽ അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം വിവാദത്തിൽ ഈ പാലക്കാട് കണ്ണാടിയിൽ തെരഞ്ഞെടുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡ് പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ വീട്ടിലാണ്, നേരത്തെ ആ വീട് കണ്ടിരുന്നു, ആ വീട്ടിലെ വയോധികയാണ് പണം വാങ്ങിയതായിട്ട് ദൃശ്യങ്ങളിൽ ഉള്ളത്. പണം വാങ്ങിയ വയോധികയുടെ വീട്ടിലാണ് പരിശോധന നടത്തിയതും. തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ജില്ലാ കളക്ടറോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ വിശദീകരണവും തേടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അനുമോദുണ്ട്, ഒപ്പം കിരൺ ബാബു കൂടി ചേരുന്നുണ്ട്. കിരൺ, ഇത് ഗുരുതരമായ ഒരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം കൂടിയായി മാറുകയാണല്ലോ. തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ തെളിഞ്ഞു കഴിഞ്ഞാൽ അതീവ ഗുരുതരമാണല്ലോ. സ്ഥാനാർത്ഥിത്വം പോലും പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമല്ലോ. മഞ്ജുഷ, ഇത് അതീവ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ്. ഇത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇനി ശോഭാ സുരേന്ദ്രൻ വിജയിച്ചാലും അയോഗ്യയാക്കപ്പെടാൻ, ഈ കേസ് തെളിയിക്കപ്പെട്ടാൽ അയോഗ്യയാക്കപ്പെടാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയാണ്. ജനപ്രാതിനിധ്യ നിയമം 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ 43 സെക്ഷൻ 123 ക്ലോസ് 1 അനുസരിച്ച് ഈ ഏതെങ്കിലും തരത്തിലേക്കുള്ള പണം, കൈക്കൂലിയായി പണം നൽകുക, അല്ലെങ്കിൽ മതപരമായ വിഷയങ്ങൾ, വർഗീയമായ വിഷയങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക, ദേശീയ ചിഹ്നങ്ങൾ ദുരുപയോഗിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കേസുകളെല്ലാം തന്നെ ഒരു സ്ഥാനാർത്ഥിയെയോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇത് ഉപയോഗിക്കരുത് എന്ന് കർശനമായ വ്യവസ്ഥകളുള്ളതാണ്. ഇതെല്ലാം സാധാരണഗതിയിൽ ഇത് വലിയ ഗൗരവമാകുന്നത് ഈ സ്ഥാനാർത്ഥിയാണ് ജയിക്കുന്നതെങ്കിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരെ ഇത്തരത്തിലേക്കുള്ള കേസ് വരികയും കേസിൽ പലരും അയോഗ്യനാക്കപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ PC തോമസ് ഒക്കെ കേരളത്തിൽ അയോഗ്യനാക്കപ്പെട്ടത് അന്ന് ഒരു മതപരമായ ചിഹ്നങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിലാണ്. അത്തരം കേസുകൾ പല ഘട്ടത്തിലും വന്നിട്ടുണ്ട്. പലപ്പോഴും ഇത് ജയിക്കുന്ന സ്ഥാനാർത്ഥിക്കാണ് കേസ് വരുമ്പോഴാണ് അത് പിന്നീട് നിലനിൽക്കുകയും അത് അയോഗ്യതയിലേക്ക് നീങ്ങുന്ന അവസ്ഥയുമൊക്കെ ഉണ്ടാകുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പണം, ശോഭാ സുരേന്ദ്രൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളാണ് പണം നൽകിയത്. പണം നൽകിയതിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ആ സ്ത്രീ ആദ്യം പണം ഞാൻ തന്നു എന്ന് പറയുന്നു, പിന്നീട് ആ പ്രായമായ സ്ത്രീയാണ്, അവർ പിന്നീട് പണം തന്നില്ല, ഞാൻ പണം ചോദിച്ചു എന്ന് പറയുന്നു. മരുന്നിന് വേണ്ടിയാണ് പണം ചോദിച്ചത്, 5000 രൂപയാണ് ചോദിച്ചതെന്ന് പറയുന്നു. ആ സ്ത്രീക്കൊപ്പമുള്ള ബന്ധുക്കൾ പറയുന്നത് അങ്ങനെയല്ല, അവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടിയ തുകയാണ് അവരുടെ കയ്യിലിരുന്നത് എന്ന് പറയുന്നു. എന്തായാലും ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ദൃശ്യങ്ങൾ ആ സ്ത്രീയുടെ പക്കൽ പണം ഇരിക്കുന്നത് കാണാം. ശോഭാ സുരേന്ദ്രനൊപ്പമുള്ള നിരവധി പ്രചരണ വാഹനങ്ങളും ഇതിനൊപ്പം ഉണ്ടായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ വീഡിയോ എടുത്തത്. അവർ അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ്റെ വാഹനത്തിന് തൊട്ടടുത്ത് വന്ന് ശോഭാ സുരേന്ദ്രനോട് സംസാരിക്കുകയും അവരുടെ വീഡിയോ പകർത്തുകയും ചെയ്യുമ്പോൾ ഈ സമയത്താണ് അവർ പുറത്തിറങ്ങി വന്ന ഇവരുമായി വാക്കേറ്റമുണ്ടാവുകയും ഒരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുമെന്ന തരത്തിലേക്കുള്ള ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും സാധാരണഗതിയിലൊക്കെ ഇങ്ങനെ പലപ്പോഴും ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട്. സ്ഥാനാർത്ഥികളുടെ ആളുകളൊക്കെ പണം ഇങ്ങനെ ആളുകൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ സമൂഹത്തിലെ ദരിദ്രരായ ആളുകൾക്കൊക്കെ പണം
പണം കൊടുത്ത് വോട്ട് വാങ്ങി എന്നുള്ള ആരോപണങ്ങൾ മിക്ക തെരഞ്ഞെടുപ്പുകളിലും പല ഘട്ടത്തിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ എവിടെയും പണം കൊടുക്കുന്നത് ഏതെങ്കിലും പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരൊന്നും ആയിരിക്കില്ല, പാർട്ടിയുമായി മറ്റേതെങ്കിലും ആളുകളൊക്കെ ആയിരിക്കും പോയി പണം കൊടുക്കുന്നത്. അത് വീഡിയോയിൽ പതിഞ്ഞാൽ പോലും അവർ ഏതെങ്കിലും പാർട്ടിയുമായി ബന്ധമുണ്ടോ അല്ലെങ്കിൽ പാർട്ടിക്കാരാണ് കൊടുത്തുവിട്ടത് എന്നും തെളിയിക്കാൻ കഴിയില്ല. ഇവിടുത്തെ ഒരു ചെറിയ വിഷയം, ഇവർക്കൊപ്പം ഈ ഗ്രൂപ്പിനൊപ്പം ശോഭാ സുരേന്ദ്രൻ, സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു എന്നതും ശോഭാ സുരേന്ദ്രന്റെ വാഹന വ്യൂഹത്തിൽ ഒന്നിലേക്ക് തന്നെയാണ് ഈ പണം കൊടുത്ത് പോയ വെള്ള ചുരിദാർ ധരിച്ച സ്ത്രീ വന്ന് കയറുന്നത്. ഇനി ആ സ്ത്രീ ആരാണ് എന്നതും അവർ പാർട്ടി പ്രവർത്തകയാണോ എന്താണെന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങൾ തെളിയേണ്ട കാര്യമാണ്. പക്ഷേ ആ സ്ത്രീയുടെ കാര്യം, അവരാണല്ലോ പണം കൊടുത്തതായിട്ട് ദൃശ്യത്തിലുള്ളത്, അവർ തന്നോടൊപ്പമുള്ളയാളല്ല. ഇതാണല്ലോ ശോഭാ സുരേന്ദ്രന്റെ വിശദീകരണം വരുന്നത്. പക്ഷേ അതേ കാറിൽ ഇവർ ഇരിക്കുന്ന ഒരു ദൃശ്യം കൂടി ഉണ്ടല്ലോ, അതൊരു പാസിംഗ് ഷോട്ടായിട്ട് ആ ദൃശ്യം വന്നിട്ടുണ്ട്. അതിപ്പോൾ ശോഭയ്ക്ക് നിഷേധിക്കാൻ പറ്റുമോ? തീർച്ചയായും അതുതന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമാവുന്ന കാര്യം. അതായത് സ്ഥാനാർത്ഥിയുടെ സംഘത്തിൽപ്പെട്ട സ്ഥാനാർത്ഥി ഉൾപ്പെടുന്ന വാഹനവ്യൂഹത്തിലാണ് ഇവർ സഞ്ചരിച്ചെങ്കിൽ സ്ഥാനാർത്ഥിയുടെ അറിവോടെയാണ് ഈ പണം നൽകിയതെന്ന് തെളിയുകയും ചെയ്യും. അതാണ് ഈ ഒരു സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ കിരൺ ബാബു സൂചിപ്പിച്ചതുപോലെ പണം നൽകിയത് സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിയുടെ ഒപ്പമുള്ളവരോ ആണെങ്കിൽ ഇത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ തന്നെ നിയമ നടപടികൾക്ക് സാഹചര്യങ്ങൾ ഒരുക്കും. അയോഗ്യത വരെ സ്ഥാനാർത്ഥിക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയം, ഈ ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയുടെ പ്രതികരണം കൂടി ഇതിൽ നിർണായകമാണ്. ഏത് ഘട്ടത്തിലാണ് അവർ പ്രതികരിച്ചത്? അതായത് അവർ ചെയ്ത ഒരു കാര്യം അത് തെളിയാൻ പോകുന്ന തരത്തിൽ ഒരു ദൃശ്യങ്ങൾ പകർത്തിയപ്പോഴാണ് അവർ പ്രകോപിതയായതെന്ന് കോൺഗ്രസിന് കൃത്യമായിട്ടും ഇതിനെ ന്യായീകരിക്കാൻ കഴിയും. ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണങ്ങൾ അത്തരത്തിൽ അവർ പ്രകോപിതയായിട്ട് സംസാരിക്കുന്നതും ക്ഷുഭിതയായിട്ട് സംസാരിക്കുന്നതൊക്കെ അത്തരത്തിലൊരു പ്രശ്നം അവിടെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. ഇതൊക്കെ ഒരേ സമയത്താണ് ഷൂട്ട് ചെയ്തതെന്ന് തെളിയിക്കാൻ കഴിയുന്ന ദൃശ്യങ്ങൾ അവരുടെ കൈവശം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അങ്ങനെ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇത് BJP പണം നൽകി വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം അത് ജനങ്ങൾക്ക് മുമ്പിൽ തെളിവുകളോടെ. ശരി, അനുമോദ്, ഇപ്പോൾ ഈ ഫ്ലൈയിങ് സ്ക്വാഡ് പരിശോധന നടത്തിയിരുന്നു. ഫ്ലൈയിങ് സ്ക്വാഡ് പ്രതിനിധിയുടെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്, അതുകൂടി കേൾക്കാം. മെസ്സേജ് കിട്ടിയപ്പോൾ ഞങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി. ദൃശ്യങ്ങൾ കണ്ടിരുന്നോ? ദൃശ്യങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് മെസ്സേജ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ, ഫ്ലൈയിങ് സ്ക്വാഡിന്റെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നപ്പോൾ ഞങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നു. നിങ്ങൾ ഇന്നലെയൊക്കെ ഈ മേഖലയിൽ പരിശോധനകളൊക്കെ ഉണ്ടായിരുന്നു? ഇന്നലെ ഞങ്ങൾക്ക് ഫ്ലൈയിങ് സ്ക്വാഡ് പറഞ്ഞ വാഹനങ്ങൾ പരിശോധനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധനകളില്ല. ഇങ്ങനെ വന്നാൽ നമ്മൾ നോക്കുന്നില്ല. ഈ മൊബൈൽ എവിഡൻസ് പ്രധാനമല്ലേ ഇതില്? എനിക്കറിയില്ല, അത് ഞാൻ ഓഫീസിൽ. അല്ല, മുമ്പ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും പരാതികൾ എന്തെങ്കിലും ലഭിച്ചിരുന്നോ? ഇതുവരെ അങ്ങനെ ഫ്ലൈയിങ് സ്ക്വാഡ് പരിശോധന നടത്തിയിട്ടുണ്ട്. പണം വാങ്ങിയതായി ആ ദൃശ്യത്തിലുള്ള വയോധികയുടെ വീട്ടിലാണ് പരിശോധന നടത്തിയിട്ടുള്ളത്. എന്തായാലും കാര്യങ്ങൾ ഗൗരവമുള്ള രീതിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ CPM നേതാവ് നിതിൻ കണിച്ചേരി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. നിതിൻ, എന്താണ് ഇതേക്കുറിച്ച് പറയുവാനുള്ളത്? ഇത് വോട്ടിന് പണം ഇടപാട് തന്നെയാണോ? ഇല്ല, BJP പാലക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം വ്യാപകമായി പണം, ഉപഹാരങ്ങൾ എന്നിവയെല്ലാം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുമോ എന്ന് നോക്കി വരികയാണ്. ഇന്നലത്തെ BJPയുടെ പ്രചരണ സമാപനത്തിൽ തന്നെ എത്തിയിട്ടുള്ള ആളുകളെല്ലാം ഏതാണ്ട് ഒരേ വസ്ത്രം ധരിച്ച് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ വസ്ത്രം, സാരി ഇങ്ങനെയുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്നു ഒരു ഭാഗത്ത്. ഇന്ന് സ്ഥാനാർത്ഥി തന്നെ നേരിട്ടിറങ്ങി വോട്ടർമാർക്ക് പണം നൽകുന്നു എന്ന നിലയിലാണ് വന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞങ്ങളെല്ലാം ഇത്തരത്തിൽ BJPയുടെ പ്രവർത്തകർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ നീക്കം നടക്കുന്നു എന്നെല്ലാമുള്ള ആരോപണങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്. ഇന്നിപ്പോ തെളിവ് സഹിതം അത് പുറത്തു വന്നിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നേരിട്ട് തന്നെ വാഹനത്തിലെത്തി സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ളയാള് ഇത്തരത്തിൽ പണം നൽകുകയാണ്. മാത്രമല്ല, ഇവരൊരു ലിസ്റ്റ് എടുത്തതുപോലെയാണ്. ഒരു പ്രദേശത്തിനകത്ത് വയോധികരായിട്ടുള്ള ആളുകൾ, കിടപ്പ് രോഗികൾ, അതുപോലെ തന്നെ തുടർ ചികിത്സ ആവശ്യമായിട്ട് വരുന്ന ആളുകൾ, ഡയാലിസിസ് പേഷ്യന്റ്, ഇങ്ങനെയെല്ലാം ഉള്ളവരെ ലിസ്റ്റ് എടുത്ത് അവരെ എല്ലാം ചെന്ന് കണ്ട് പണം നൽകി ആ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിയുമോ എന്നാണ് BJPയുടെ സ്ഥാനാർത്ഥിയും BJP നേതൃത്വവും പരിശ്രമിക്കുന്നത്. 100 കണക്കിന് കോടി രൂപയാണ് പാലക്കാട് മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ അവരെത്തിച്ചിട്ടുള്ളത്. കോടിക്കണക്കിന് ഉറവിടമില്ലാത്ത പണം, 10,000 രൂപയിൽ കൂടുതൽ തെരഞ്ഞെടുപ്പ് ചിലവിൽ ഏത് നിലയിൽ ചെലവഴിക്കണമെങ്കിലും അത് ബാങ്ക് അക്കൗണ്ട് ത്രൂ മാത്രമേ കഴിയൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമമുള്ള ചട്ടം പുറത്തിറക്കിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ആ സമയത്താണ് സ്ഥാനാർത്ഥിയുടെ കൂടെ പോകുന്ന ആളുകൾ കോടിക്കണക്കിന് രൂപ ഇങ്ങനെ പണമായി, ഇവർക്ക് എവിടെ നിന്നാണ് ഈ പണം, ഇങ്ങനെ കറൻസി നോട്ടുകളായി പണം ഇങ്ങനെ എവിടെ നിന്ന് വരുന്നു
എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടോ? CPM പരാതി കൊടുത്തിട്ടുണ്ട്. CPM പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പ്രദേശത്ത് തന്നെ അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ CPMന്റെ നേതാക്കളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനും പോലീസിലും പരാതി ഇതിനോടകം നൽകിയിട്ടുണ്ട്. ശരി, നിതിൻ കണിച്ചേരിയാണ് CPMന്റെ പ്രതിനിധിയാണ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. ഏതായാലും സംഭവം ഗൗരവമുള്ളതായി മാറുകയാണ്. ശോഭാ സുരേന്ദ്രന് വേണ്ടി പാലക്കാട് പണം ഒഴുക്കുന്നുവെന്ന പരാതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന് തെളിവായിട്ട് ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് സ്ഥലത്തെ കോൺഗ്രസ് നേതാക്കളാണ്. UDF ഇത് ശക്തമായി ഉന്നയിക്കുകയാണ്. അതേസമയത്ത് തന്നെ CPMും ഇതേക്കുറിച്ച് പരാതി നൽകിക്കഴിഞ്ഞു. ഒരു വയോധികയ്ക്ക് ശോഭാ സുരേന്ദ്രന്റെ കൂടെയുണ്ടായിരുന്ന BJP പ്രവർത്തക പണം നൽകി എന്നുള്ളതാണ് ഗുരുതരമായ ആരോപണം. ഈ പണം നൽകിയ ആ സ്ത്രീ ശോഭാ സുരേന്ദ്രന്റെ വാഹനത്തിൽ കയറി എന്നുള്ള കാര്യവും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ആ വാഹനത്തിൽ ഇരിപ്പുണ്ടായിരുന്നു എന്നുള്ള കാര്യവും പറയുന്നു. ശോഭാ സുരേന്ദ്രന്റെ ദൃശ്യം പകർത്താൻ ശ്രമിച്ചപ്പോൾ ദൃശ്യം പകർത്തിയവരുമായി അവർ വാക്കേറ്റം നടത്തുന്നു. ആ ദൃശ്യങ്ങളുണ്ട്, അതൊന്നുകൂടി കാണാം. നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ, ഞങ്ങളുടെ വാർഡല്ലേ, നിങ്ങളുടെ വാടാച്ച നിങ്ങളുടെ തേങ്ങയിലെ എവിടെൻസ് അത് നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്താ നിങ്ങൾ എന്റെ മൊബൈലിലേക്ക് എന്റെ മൊബൈലിലേക്ക് നിങ്ങളെന്താ വിചാരിച്ചു? അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ ഞങ്ങൾക്ക് ബഹുമാനത്തോട് കാണാണ്. ഇവൻ എങ്ങനെ ഫോട്ടോ എടുക്കുന്ന നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടോ? എന്റെ ഒരു ബഹുമാനം ഇതാണ് ബഹുമാനം. എടുക്കാൻ പറ്റില്ല നിനക്ക്. നിങ്ങൾ എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ വന്നത് എന്റെ കാറിന്റെ എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. നിങ്ങൾക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങേയറ്റം ബഹുമാനമുള്ളതാണ്. അല്ല, നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. അങ്ങനെ മൊബൈലാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ അടുത്ത് പറയാം ഇവൻ എങ്ങനെ എന്റെ ഫോട്ടോ എടുക്കും പറയും. നിങ്ങളുടെ ഫോട്ടോ എടുക്കണ്ടല്ലോ. വീഡിയോ എങ്ങനെ അതെങ്ങനെ ചേച്ചി നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് ഇല്ലല്ലോ. നിങ്ങൾ ആദ്യം എന്താ നിങ്ങൾ ആദ്യം എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കിയത്. നിങ്ങൾ പൈസ കൊടുത്ത് തന്നിട്ടല്ലേ ചോദിക്കുന്നത്? അല്ല, നിങ്ങളപ്പോ അതിനോട് സംസാരിക്കും. നിങ്ങൾ ചെയ്തോളി. നിങ്ങൾ എന്താ ചെയ്തോളി. നിങ്ങൾ ചെയ്തോളി. ഇതാണ് ആ ദൃശ്യങ്ങൾ. 3 ദൃശ്യങ്ങളാണ് കോൺഗ്രസ് പുറത്തുവിട്ടത്. ഒന്നാമത്തെ ദൃശ്യത്തിൽ ഒരു വയോധികയ്ക്ക് പണം നൽകുന്ന ദൃശ്യം. ആ പണം കൊടുത്ത സ്ത്രീ ശോഭാ സുരേന്ദ്രന്റെ വാഹന വ്യൂഹത്തിലേക്ക് നടന്നു വരുന്ന ദൃശ്യം രണ്ടാമതായി കോൺഗ്രസ് പുറത്തുവിടുന്നു. ഇതേ സ്ത്രീ ശോഭാ സുരേന്ദ്രനൊപ്പം ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും കോൺഗ്രസ് പറയുകയാണ്. ശോഭാ സുരേന്ദ്രനും ഈ സ്ത്രീയും ഒരേ വാഹനത്തിലിരിക്കുന്ന ദൃശ്യം പകർത്തുകയായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അവർ വാക്കേറ്റം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുകയാണ്. എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചു. ഇതേക്കുറിച്ച് ശ്രീ KC വേണുഗോപാലിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്, അതുകൂടി കാണാം. BJP അവരുടെ A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട മണ്ഡലങ്ങളാണ്. ഇലക്ഷൻ കമ്മീഷൻ വളരെ ഗൗരവതരമായിട്ട് ഈ കാര്യം ഏറ്റെടുക്കണം. ആ സ്ഥാനാർത്ഥി ക്വാളിഫിക്കേഷനുള്ള ആളാണെന്ന് പോലും എനിക്കറിയില്ല. പരിശോധിക്കണം ഇനി മത്സരരംഗത്ത് നിൽക്കാൻ. കാരണം എന്ന് വെച്ചാൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇതിപ്പം മാത്രമല്ല, പരസ്യമായി പണം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം തന്നെയാണ്. ഇലക്ഷൻ കമ്മീഷൻ ആക്ട് ചെയ്യണം. 1 മിനിറ്റ് വൈകാതെ ഇലക്ഷൻ കമ്മീഷൻ ആക്ട് ചെയ്യണം. ഈ വിഷയത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതേസമയം ഇത് തന്നെ കൊടുക്കുവാനുള്ള ശ്രമം എന്ന രീതിയിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം വന്നിട്ടുള്ളത്. CV അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ശോഭാ സുരേന്ദ്രൻ 2 മണിക്ക് തെളിവുകൾ പുറത്തുവിടുമെന്നാണോ ഇപ്പോഴും പറയുന്നത്? എന്താണ് ശോഭ ഇതേക്കുറിച്ച് ഇതിനകം നൽകിയിരിക്കുന്ന വിശദീകരണം? BJP ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ശ്രമിക്കുക തന്നെയാണ്. കാരണം ഈ ഒരു ദൃശ്യങ്ങൾ കോൺഗ്രസ് വ്യാജമായി നിർമ്മിച്ചതാണെന്ന തരത്തിലും അതുപോലെ തന്നെ തൻ്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചപ്പോൾ താൻ അവരെ പ്രതിരോധിക്കുകയായിരുന്നു, താൻ ചോദ്യം ചെയ്യുകയായിരുന്നു എന്നായിരിക്കും പറയാൻ പോകുന്നത്. ഈ നേരത്തെ ഈ വെള്ള ചുരിദാർ ധരിച്ച സ്ത്രീയും താനുമായിട്ട് ബന്ധമില്ല എന്ന ന്യായീകരണവും ചിലപ്പോൾ BJPയുടെ ഭാഗത്തുണ്ടായിരിക്കും. കാരണം ദൃശ്യങ്ങളിൽ ഇതെല്ലാം തന്നെ വളരെ വ്യക്തമായി ആർക്കും മനസ്സിലാവുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ BJP വലിയ തോതിൽ പാടുപെടേണ്ട സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് വോട്ടർമാരെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം അത് തെളിവ് സഹിതം പുറത്തുവിടുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. മാത്രമല്ല അത് നിയമപരമായിട്ട് കൂടി തെളിയിക്കാൻ സാധിച്ചാൽ അവരുടെ സ്ഥാനാർത്ഥിത്വം ഇനി അഥവാ ജയിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ MLA പദവി ഇതൊക്കെ തന്നെ അവർക്ക് നഷ്ടമാവുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാവുക. ഒപ്പം തന്നെ അയോഗ്യതയും മുമ്പിൽ വരും. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് മാത്രമാണ് BJPയെ
സംബന്ധിച്ച് ഈ അവസാന മണിക്കൂറുകളിൽ അവർക്ക് മുൻപിലുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ദൃശ്യങ്ങൾ വ്യാജമായി സൃഷ്ടിച്ചതാണ്. മാത്രമല്ല തൻ്റെ സ്വകാര്യത അല്ലെങ്കിൽ താൻ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് ഫോട്ടോ എടുക്കാൻ തൻ്റെ അനുവാദമില്ലാതെ ശ്രമിച്ചപ്പോഴാണ് താൻ അത്തരത്തിൽ പ്രതികരിച്ചത്. ഇത് ഒരു കയ്യേറ്റത്തിൻ്റെ ശ്രമമായിട്ടൊക്കെ ആയിരിക്കും ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്തുള്ള വിശദീകരണം ഉണ്ടാവുക. കാരണം അവരെപ്പോഴും ആ തരത്തിൽ അവർക്ക് നേരെ ഉണ്ടായ ഒരു അവരുടെ അനുവാദമില്ലാതെ നടത്തിയ ഒരു ചിത്രീകരണത്തെ തടയാൻ ശ്രമിച്ചു, പ്രതിരോധിക്കാൻ ശ്രമിച്ചു എന്നായിരിക്കും ശോഭാ സുരേന്ദ്രൻ ഒരുപക്ഷെ വിശദീകരിക്കാൻ മാധ്യമങ്ങളെ കാണുമെന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ടോ? അത്തരത്തിൽ ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം ഔദ്യോഗികമായിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. ഒപ്പമുള്ളവരോട് സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങളാണ് ഇത്തരത്തിലാണ് അവരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം എന്നുള്ളത്. ശോഭാ സുരേന്ദ്രൻ ഇത് എങ്ങനെ പ്രതിരോധിക്കും? കാരണം ശോഭയ്ക്ക് ഈ ചോദ്യങ്ങളോട് മറുപടി പറയാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നേരത്തെ തന്നെ ആ കുടുംബം 2 തവണ കണ്ടപ്പോൾ 2 തരത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ കൂട്ടി ഇണക്കിക്കൊണ്ട് ചോദ്യങ്ങൾ വരുമ്പോൾ ശോഭാ സുരേന്ദ്രന് ഈ ഘട്ടത്തിൽ അതിന് മറുപടി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പണം നൽകിയതിന് പിന്നിൽ BJP സ്ഥാനാർത്ഥിയാണെന്ന കാര്യം വളരെ വ്യക്തമായിട്ട് പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഈ പ്രശ്നത്തെ കൂടുതൽ രൂക്ഷമാക്കാനുള്ള ഒരു സാഹചര്യമായിരിക്കും തീർക്കുക. എന്നൊരാണെങ്കിലും BJP ഇവിടെ പ്രതിരോധത്തിലാണെന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ മൂവ് അല്ലെങ്കിൽ ഈ ഒരു നീക്കം അക്ഷരാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം BJPയെ പാലക്കാട് വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ഇത് ന്യായീകരിക്കുവാൻ BJPക്ക് വളരെയധികം പാടുപെടേണ്ടി വരും. പക്ഷേ അവസാന മണിക്കൂറുകളിലായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിന്റെ ഗതിയെ നിർണ്ണയിക്കുന്ന ഒരു നീക്കമായിട്ട് സംഭവമായിട്ട് തന്നെ ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. മഞ്ജുഷ്, പാലക്കാട് ശോഭാ സുരേന്ദ്രന് വേണ്ടി പണം വിതരണം ചെയ്തു എന്ന രീതിയിലുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ BJP NDA നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഇതിന് ശോഭാ സുരേന്ദ്രൻ എന്ത് വിശദീകരണം നൽകുമെന്നാണ് ഇനി അറിയുവാനുള്ളത്. തന്റെ കൈവശവും തെളിവുകൾ ഉണ്ട് എന്നാണ് ശോഭാ സുരേന്ദ്രൻ ഇതിനകം പറഞ്ഞിട്ടുള്ളത്. തന്നെ പിന്തുടർന്ന് വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു എന്നും ശോഭാ സുരേന്ദ്രൻ പറയുകയാണ്. പക്ഷേ ആരാണ് ഈ പണം നൽകിയത്, ഈ പണം നൽകിയ സ്ത്രീയുമായിട്ട് എന്താണ് ശോഭയ്ക്കുള്ള ബന്ധം തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. ആ വാഹനത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്ന കാറിൽ ഈ സ്ത്രീയും ഉണ്ടായിരുന്നു, പണം നൽകിയ സ്ത്രീയും ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രന് കൃത്യമായിട്ട് വിശദീകരിക്കേണ്ടി വരും. ഈ വാഹന വ്യൂഹത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു, ആ കാറിൽ ആ സ്ത്രീ കയറിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളും ശോഭയ്ക്ക് വിശദീകരിക്കേണ്ടി വരും. എന്തായാലും ഗുരുതരമായ കാര്യം തന്നെയാണ്. ഫ്ലൈയിങ് സ്ക്വാഡ് ഉടൻ തന്നെ അന്വേഷണത്തിന് എത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ. അതോടൊപ്പം തന്നെയാണ് പരാതി ഇക്കാര്യത്തിൽ കിട്ടിയിട്ടുള്ളത്. അത് UDFും LDFും ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. പാലക്കാട് തിളച്ചുമറിയുകയാണ് വോട്ടിന് പണം വിവാദത്തിൽ. തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം ആളിക്കത്തി ഡാം വിവാദവും. 2019 പ്രളയത്തിന്റെ തുടക്കത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് വേഗത്തിൽ മണൽ നീക്കാൻ ജലവിഭവ വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവിന്റെ പകർപ്പ് മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടു. എല്ലാ സമയവും മണലായിരുന്നു സർക്കാരിന് പ്രധാനമെന്ന് കുഴൽനാടൻ പറഞ്ഞു. കോൺഗ്രസിന്റേത് നനഞ്ഞ പടക്കമാണെന്ന് ആരോപണ വിധേയനായ മാത്യു T. തോമസും പറയുന്നു. രേഖകൾ ഉണ്ടായിരുന്നെങ്കിൽ നിയമസഭാ സമ്മേളനം നടന്നപ്പോൾ പുറത്തുവിടാത്തത് എന്തുകൊണ്ടെന്നായിരുന്നു വിവാദ ഓഡിയോ സന്ദേശം നിഷേധിച്ച K. കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം. മഴ എത്തും മുൻപേ തോട്ടപ്പള്ളി സ്പിൽവേക്ക് സമീപമുള്ള മണ്ണ് നീക്കം ചെയ്യണമെന്നാണ് ജലവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ശേഷം പുറത്തിറങ്ങിയ ഉത്തരവിലുള്ളത്. മുൻ അനുഭവം വെച്ച മഴയെത്തുമ്പോൾ മണ്ണ് ഒഴുകിപ്പോകാതെ നോക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. എന്നാൽ ഡാം കൈകാര്യം ചെയ്യേണ്ട വകുപ്പിന് എന്താണ് മണലിൽ കാര്യമെന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് മാത്യു കുഴൽനാടൻ ഈ ആരോപണം കടുപ്പിക്കുന്നത്. പ്രളയ മുന്നൊരുക്കത്തിന് പകരം ഇറിഗേഷൻ വകുപ്പ് നടത്തുന്നത് കരിമണൽ സംരക്ഷിക്കുന്ന നടപടികളാണ്. പ്രളയത്തേക്കാൾ സർക്കാരിന് പ്രാധാന്യം കരിമണലിലാണെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. ഫസ്റ്റ് പ്രയോറിറ്റി മൺസൂൺ വെള്ളം വന്ന് ആളുകൾ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുള്ളതല്ല. വെള്ളം വന്ന് മണ്ണ് പോകുന്നതിന് മുമ്പ് മണ്ണെടുക്കാൻ പറയാൻ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് why they are concerned about the sand? എന്തിനാണ് അവർക്ക് ഇത്ര വെപ്രാളം? വിവാദം കോൺഗ്രസിന്റെ നനഞ്ഞ പടക്കമെന്നാണ് മാത്യു T. തോമസിന്റെ പ്രതികരണം. UDFന് പരാജയ ഭീതിയാണ്. 2018 സംഭവത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നത് 2026 തെരഞ്ഞെടുപ്പിലാണെന്നും മാത്യു T. തോമസ് പറഞ്ഞു. ഒരു നനഞ്ഞ ബോംബ് ഏറ്റവും അവസാന ദിവസം UDF എനിക്കെതിരെ എറിയാൻ ശ്രമിച്ചിരിക്കുകയാണ്. 2018 നടന്നൊരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി 2026 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഒരാക്ഷേപം ഉന്നയിക്കുക എന്ന് പറയുന്നത് ദുരുദ്ദേശപരമാണ് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സത്യത്തെ എന്തോ അവർ ഭയക്കുന്നു. കള്ളപ്രചരണം നടത്തുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രചരണ രീതി എന്നിടത്തേക്ക് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുകയാണ്.
മാത്യു കുഴൽനാടന് മറുപടിയുമായി കെ കൃഷ്ണൻകുട്ടിയും രംഗത്തെത്തി. തോട്ടപ്പള്ളി സ്പിൽവേ വിഷയത്തിൽ നിയമസഭയിൽ ചർച്ച നടന്നിട്ടും എന്തുകൊണ്ട് മിണ്ടാതിരുന്നെന്ന് ചോദിച്ചു. ഷട്ടറുകൾ നേരത്തെ തന്നെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നുവെന്നും മാത്യു കുഴൽനാടിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കൃഷ്ണൻകുട്ടി. തോട്ടപ്പള്ളി സ്പിൽവേയിലെ 40 ഷട്ടറുകളും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ 16/7/2008 പരമാവധി ഉയർത്തിയിട്ടുള്ളതാണ്. ഇത് വളരെ ക്ലിയർ ആയിട്ട് ഷട്ടർ അവിടെ തുറന്നു വെച്ചിട്ട് പിന്നെ മണലിനെ സഹായിക്കാനാണെന്ന് എന്തിനാ പറയുന്നത്? ഡിസാസ്റ്ററിൽ ഉള്ള ഉത്തരവാണ്. ഉത്തരവ് പ്രകാരമാണ് അത്. ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലുള്ള പരിപാടിയല്ല. അത് ജില്ലാ കളക്ടറാണ് ഇത് ചെയ്യുന്നത്. ജില്ലാ കളക്ടറിനോടാണ് അത് ചോദിക്കുന്നത്. മാത്യു കുഴൽനാടൻ സ്വന്തം അഴിമതിയൊക്കെ ലോകത്തിലെല്ലാവർക്കും അറിയാം. ഭൂമി കയ്യേറി അവിടെ റിസോർട്ട് കെട്ടിയതും വീട് കെട്ടിയതും ഒക്കെ അറിയാലോ. പ്രളയം മനുഷ്യനിർമ്മിതിയാണെന്ന രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് ഡീസിന്റെ പഠനത്തിൽ കണ്ടെത്തിയപ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഷട്ടറുകൾ കൃത്യസമയത്ത് തുറക്കാത്തത് ചൂണ്ടിക്കാട്ടിയിരുന്നു. പിന്നീട് ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി 2019 ഏപ്രിലിൽ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അണക്കെട്ടുകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്തില്ല എന്നും കണ്ടെത്തിയിരുന്നു. ഇതും കൂടി ഉയർത്തിക്കാട്ടിയാണ് UDF പ്രചാരണ ആയുധമാക്കി ഈ വിഷയത്തെ സർക്കാരിനെതിരെ ഉയർത്തുന്നത്. പാലക്കാട് ശോഭാ സുരേന്ദ്രന് വേണ്ടി വോട്ടിനായി പണം വിതരണം ചെയ്തു എന്നുള്ള ആരോപണം കൊഴുക്കുകയാണ്. ഇപ്പോൾ ഷാഫി പറമ്പിൽ MP വില കൽപ്പിക്കുകയാണ്. 3, 4, 5 വണ്ടികൾ വരിവരിയായി പോയി വണ്ടിയിൽ നിന്ന് ഇറങ്ങി സഹായികൾ വീടുകൾ തോറും പണം വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റുമെന്നുള്ളത് വ്യാമോഹമാണ്. നേരായ മാർഗത്തിൽ ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് BJP അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. പരാജയം BJP അവിടെ സമ്മതിച്ചിരിക്കുന്നു. 2, പ്രധാനമന്ത്രി നേരിട്ട് വന്ന് പ്രചരണം നടത്തിയ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. പാലക്കാട് കോട്ടമൈതാനത്ത് വലിയ റാലി സംഘടിപ്പിച്ചും റോഡ് ഷോ സംഘടിപ്പിച്ചും നേരിട്ട് വന്ന് പ്രചരണം നടത്തി. അപ്പൊ പ്രധാനമന്ത്രി നടത്തിയ പ്രചരണത്തിന് പോലും ഒരു ഇമ്പാക്റ്റും പാലക്കാട് ഇല്ല എന്നുള്ളത് സ്ഥാനാർത്ഥി തന്നെ തുറന്ന് സമ്മതിക്കുന്നതാണ് ഈ ഏർപ്പാട്. അതല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വന്ന അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ ഈ വീട് കയറി നടന്നിട്ട് പണം കൊടുക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇത് അതീവ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. പാലക്കാടിന്റെ ശീലങ്ങളെ മാറ്റാൻ ശ്രമിക്കുകയാണ്. മാറാത്തത് ഇനി മാറും എന്ന് പറഞ്ഞത് ഇതൊക്കെയാണ്. ആളുകൾ രാഷ്ട്രീയ ബോധം കൊണ്ടും സ്ഥാനാർത്ഥികളോടും മറ്റുമുള്ള സ്നേഹം കൊണ്ട് വോട്ട് ചെയ്യുന്നത് പൈസ കൊണ്ട് മാറ്റാൻ പറ്റൂ എന്നുള്ളതാണ് ശ്രമിക്കുന്നത്. പാലക്കാട് മാറില്ല, രാഷ്ട്രീയമായി മാറില്ല. ഇത്തരം ദുശീലങ്ങളിലേക്ക് ചെന്ന് ചാടുകയില്ല, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. BJP കമ്മീഷൻ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ അയോഗ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം. പിന്നെ ഇത് കണ്ണാടിയിൽ ആ ഒരു വീട്ടിൽ മാത്രം നടത്താൻ ശ്രമിച്ച ഒരു എക്സസൈസ് ആയിട്ട് കാണാനും കഴിയില്ല. പലയിടങ്ങളിലും ശ്രമിച്ചിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ പക്ഷെ അതൊന്നും ഞാൻ പറഞ്ഞല്ലോ, അതിനെയൊക്കെ പാലക്കാട് BJPയെയും തിരസ്കരിക്കും. BJPയുടെ ഇത്തരം ശീലങ്ങളെയും അവരുടെ പണത്തെയും പാലക്കാട് തിരസ്കരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാകും. ഞങ്ങൾ രേഖാമൂലം പരാതി കൊടുക്കുന്നുണ്ട്. തെളിവ് സഹിതം ഇത് പുറത്തു വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത് അഡ്മിറ്റ് ചെയ്യുമെങ്കിലും ചെയ്തത്. അപ്പം അതിനകത്ത് തന്നെ പറയുന്നത് അടിച്ചു മുഖം തിരിക്കുന്നു പൊളിക്കുമെന്നൊക്കെ പറയുന്നൊക്കെ കേട്ടു. ഇപ്പോൾ പാലക്കാടിൻ്റെ അമ്മയാണ് പെങ്ങളാണ് എന്നൊക്കെ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിലുള്ള ഐഡന്റിറ്റി റിവീൽ ചെയ്യും കൂടിയാണ്. എന്താണ് യഥാർത്ഥത്തിൽ പാലക്കാട്ടുകാരോട് ചെയ്യാനും പറയാനും പോകുന്നത് എന്നുള്ളത് കൂടിയാണ് അവിടെ റിവീൽ ചെയ്തിരിക്കുന്നത്. പാലക്കാടൻ ജനത അവരുടെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കും. തങ്ങളുടെ വോട്ടോ തങ്ങളുടെ ആത്മാഭിമാനത്തെയോ ആരുടെയും നോട്ടുകെട്ടുകൾക്ക് മുമ്പിൽ പണയം വെച്ച ശീലം പാലക്കാടിനില്ല. പാലക്കാടിനെ കുറിച്ചുള്ള അവരുടെ എല്ലാ ധാരണകളും തെറ്റാണ്. പാലക്കാട് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കും. അല്ല, അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, 3-4 വാഹനങ്ങൾ ഇങ്ങനെ വരിവരിയായിട്ട് പോവുക. ഇത് നമ്മൾ പിന്നെ നോർത്ത് ഇന്ത്യയുടെ ചില സംസ്ഥാനങ്ങളിലും അതുപോലെ ചില സദേൺ സ്റ്റേറ്റ്സിലും ഒക്കെ ഇങ്ങനത്തെ ഒരു ഏർപ്പാട് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് പലരും ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ. അതിനെ ആ ശീലം വെച്ച് പാലക്കാടിനെ ഇളക്കാൻ ശ്രമിക്കുക വീടുകളിൽ പോയിട്ട്. പക്ഷെ ഞാൻ ആവർത്തിച്ച് പറയുന്നത് അവരുടെ പണത്തെയും തിരസ്കരിക്കും, പിന്നെ ഈ BJPയെയും പാലക്കാട് തിരസ്കരിക്കും. സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് അതിന് നേതൃത്വം നൽകുകൂടെ ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ജനങ്ങളും ആലോചിക്കട്ടെ ആര് കെട്ടിച്ചമച്ചതാണെന്നുള്ളത്. അല്ല, എന്നോട് ഇന്നും ഒരു ചാനൽ ഓഡിയോ ബൈറ്റിന് വിളിച്ചപ്പോൾ സമയത്ത് പറഞ്ഞു, ഞാൻ ഒരു ചാക്ക് പണം കൊണ്ട് ഇന്നലെ രാത്രി അവിടെ എത്തി എന്നുള്ളതൊക്കെ സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് പറഞ്ഞതായിട്ടൊക്കെ ഞാൻ അറിഞ്ഞു.
ഞാൻ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ചാക്ക് പണം ഉണ്ടെങ്കിൽ പോലും, ഇനി നാളെ ഒരു ചാക്ക് പണം എൻ്റെ കയ്യിൽ ഉണ്ടായാൽ പോലും അതുകൊണ്ട് പാലക്കാട്ടെ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഞാൻ പോവില്ല. അത് എന്നെ പറ്റിയും പാലക്കാടിനെ പറ്റിയും അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. കാരണം അങ്ങനെ സ്വാധീനിക്കപ്പെടുന്നവരല്ല പാലക്കാട്ടുകാർ. ആ സ്റ്റേറ്റ്മെന്റ് ഒരു അവഹേളനമാണ്. അങ്ങനെ സ്വാധീനിക്കപ്പെടുന്നവരല്ല. മാത്രമല്ല, ഞാനിപ്പോൾ നിങ്ങളുടെ ജീവനോടെ നിങ്ങളുടെ മുമ്പിലൂടെ കോഴിക്കോടുണ്ട്. ഞാൻ ഇന്നലെയും നിങ്ങളോടൊക്കെ പ്രതികരിച്ചിരുന്നു. ഞാൻ ഇന്നലെ കുറ്റ്യാടിയിലും പിന്നെ എലത്തൂരിലും തിരുവമ്പാടിയിലും നാദാപുരത്തും തലശ്ശേരിയിലും കൂത്തുപറമ്പിലും ഒക്കെയായിട്ട് ഇന്നലെ പ്രചരണം നടത്തി. ഇന്നലെ രാത്രിയാണ് തിരിച്ചെത്തിയത്. ഇന്ന് രാവിലെ മുതൽ ആശുപത്രി ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ യാഥാർത്ഥ്യം ഇതൊന്നും അല്ലാത്ത കാര്യങ്ങൾ പരസ്യമായിട്ട് അങ്ങ് വിളിച്ചു പറയുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ. പിന്നെ ചോദിച്ചു നീലപ്പെട്ടി എന്തായി എന്നുള്ളത് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തായി എന്നുള്ളത് പാലക്കാടും കേരളം എല്ലാവരും കണ്ടതാണല്ലോ. ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങളെല്ലാം അതിനെപ്പറ്റി അന്വേഷണം പറഞ്ഞിട്ട് അവസാനം എന്തായി എന്നുള്ളത് അതുപോലെയല്ല ഇതങ്ങനെ ഒരു തെറ്റായ ആരോപണമല്ല. ഇത് ദൃശ്യങ്ങൾ സഹിതം കേരളം മുഴുവൻ, ലോകം മുഴുവൻ കണ്ടതാണ്, വിഷ്വൽസ് കണ്ടതാണ്. അത് കാണിക്കുന്ന വിഷ്വൽസിനെതിരായിട്ടാണ് അടിച്ചു മുഖം തിരിക്കുമെന്നൊക്കെ സ്ഥാനാർത്ഥി തന്നെ പറയുന്നത്. ഇത് പാലക്കാട് പ്രതികരിക്കും. ഉറപ്പായിട്ട് രേഖാമൂലം അയോഗ്യത കൽപ്പിക്കണമല്ലോ. ഇതാണോ ഡെമോക്രസി? ഇതാണോ ജനാധിപത്യത്തിന്റെ ശത്രുപക്ഷത്താണ് സ്ഥാനാർത്ഥിയും BJPയും തങ്ങളെ സ്വയം പ്ലേസ് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ജനാധിപത്യത്തിന്റെ ശത്രുപക്ഷത്താണ്. അയോഗ്യത കൽപ്പിക്കേണ്ട ഇടപെടലുകളാണ്. അതിന്റെ നിയമപരമായ വശങ്ങൾ പരിശോധിച്ച് അതിന്റെ തുടർ നടപടികളും ഫോളോ അപ്പ് ചെയ്യും. അല്ല, നടപടികളിലേക്ക് കടക്കണം. ഇതിനിപ്പോൾ എന്താ വിശദീകരിക്കണം? ഞാൻ ആ പാവം, ഞാൻ നേരത്തെ ഒരു ചാനലിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പാവം അമ്മയുടെ പുറകെ പോയി അതിനെ പ്രയാസപ്പെടുത്തണ്ട. പിന്നെ പക്ഷെ ഇത് ചെയ്യുന്നവരാണല്ലോ കുറ്റക്കാർ. അമ്മ ഇപ്പൊ മാറ്റി പറയുന്നുണ്ട്. ഇപ്പൊ പുതിയ പ്രതികരണത്തില്ലേ അവരുടെ ബന്ധുക്കളൊക്കെ വന്നപ്പോൾ അങ്ങനെയല്ല, അത് പെൻഷൻ മരുന്ന് വാങ്ങാനുള്ള പൈസ പെൻഷൻ തുകയാണെന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ അമ്മയുടെ പാർട്ടിനെ അവരെ വെറുതെ വിടുക. അവരെ അതിലേക്ക് ആരുടെയെങ്കിലും പ്രയാസങ്ങളെ ഇങ്ങനെ ചൂഷണം ചെയ്യാമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് കുറ്റക്കാർ. ഞാൻ അമ്മ വാങ്ങിയെന്നോ വാങ്ങിയില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അമ്മയെ വെറുതെ വിടാം. നമ്മൾ ദൃശ്യങ്ങൾ ഇവരിത് വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ് എല്ലാവരും. ആ പോയിന്റിൽ ഞാൻ സ്ട്രെസ് ചെയ്തു. അത് തീരുമാനിച്ചതല്ല, പരാജയം അക്സെപ്റ്റ് ചെയ്തല്ലോ. അത് നേരായ മാർഗത്തിൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ അക്സെപ്റ്റൻസ് അല്ലേ ഇത്. മര്യാദക്ക് ജനം പോയി വോട്ട് ചെയ്താൽ BJP പാലക്കാട് ജയിക്കില്ല എന്നുള്ളതിന് ഇതിനേക്കാൾ കൂടുതലൊരു സ്റ്റേറ്റ്മെന്റ് വേറെ ആവശ്യമുണ്ട്. ഇതാണ് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. ശോഭാ സുരേന്ദ്രൻ വോട്ടിനായി പണം ഒഴുക്കുകയാണ് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ്. അത് തെളിയിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് ഇതേക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്വേഷണം ആവശ്യപ്പെടുകയാണ്. അടൂരിലെ UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാറിനെ കൊലക്കേസ് പ്രതിയാക്കി ലഘുലേഖ വിതരണം ചെയ്ത സംഭവത്തിൽ 3 പേർ പിടിയിലായി. അടൂർ പോലീസ് സ്റ്റേഷനിൽ 2 പേരും ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരാളുമാണ് പിടിയിലായത്. LDF പ്രവർത്തകരാണ് ഇത്തരം നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യുന്നതെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധിച്ചു. തനിക്കെതിരെ അങ്ങനെയൊരു കേസ് ഇല്ലെന്ന് പറഞ്ഞ CV ശാന്തകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. കളക്ടർ സത്യസന്ധമായ അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തണമെന്നാണ് പറയുന്നത്. എനിക്ക് ആരെയും ശിക്ഷിക്കണമെന്ന് എനിക്കില്ല. സത്യസന്ധമായി അന്വേഷണം നടത്തണമെന്നാണ് ഞാൻ എന്റെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. എന്റെ വക്കീൽ ഭാഗത്ത് ഞാൻ എന്റെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഒരു കേസ് എനിക്കില്ല. ഞാൻ പത്തനംതിട്ട ബാർ അസോസിയേഷൻ ബാങ്ക് മെമ്പറാണ്. ഞാൻ ഈ കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്ന വക്കീൽ. എന്റെ ഫയൽ ഇപ്പോഴും RDOയുടെ മുന്നിലുണ്ട്. ഞാൻ പ്രതിയാണെന്നാണ് പറഞ്ഞത്. നിലവിൽ ഞാൻ പ്രതിയാണ്. ഞാൻ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണെന്നാണ് പറയുന്നത്. ഒരു കോടതി എന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്റെ നിലവിൽ ഒരു കേസ് പോലും എനിക്കില്ല. അധികാരനായി എന്നെ ആക്ഷേപിക്കാൻ, എന്റെ കണ്ണന്റെ ജീവൻ ഇല്ലാതാക്കിയ പോലെ, MG കണ്ണനെ ഇല്ലാതാക്കിയ പോലെ എന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. ഇതേ തെരഞ്ഞെടുപ്പിൽ MG കണ്ണനും ഇവിടെ ഇരുന്നു, ഞാനും ഇവിടെ ഇരുന്നു. ഇതുവരെ സ്ഥിരം പദവിയായി മാറ്റിയിരിക്കുകയാണ്. വളരെയധികം സങ്കടമുണ്ട്. തെരഞ്ഞെടുപ്പാണ്, ജനാധിപത്യമാണ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന്. ഞാൻ അതിനെ അംഗീകരിക്കുന്ന ആളാണ്. ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്, ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, സൈബർ സെല്ലിന് പരാതി കൊടുത്തിട്ടുണ്ട്. സൈബർ സെല്ലിൽ നിന്ന് അതെല്ലാം നീക്കം ചെയ്തിട്ട് എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഫോണിൽ ഇപ്പോഴും മെസ്സേജ് റെക്കോർഡ് എടുത്തുകൊണ്ട് ശാന്തകുമാറിനെതിരെയുള്ള എല്ലാം നീക്കം ചെയ്തിട്ട് ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് ആ മാറ്റർ തന്നെയാണ് ഇപ്പൊ നോട്ടീസായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നോട്ടീസ് വെച്ച് പേര് വെച്ചിറങ്ങിയോട്ടെ, പേര് വെച്ചിറങ്ങിയോ എനിക്ക് കുഴപ്പമില്ല. അതേസമയം പിടികൂടിയവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ചിറ്റയം ഗോപകുമാർ പോലീസ് സ്റ്റേഷനിലെത്തി. നടപടി പ്രതിഷേധാർഹമാണെന്നും സ്ലിപ്പ് വിതരണം ചെയ്ത LDF പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തതെന്നുമാണ് പറയുന്നത്. UDFന് വേണ്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുകയാണെന്നും ചിറ്റയം ഗോപകുമാർ ആരോപിക്കുന്നു.
ഇവർ രണ്ടുപേരും രാവിലെ സ്ലിപ്പ് വിതരണം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് UDF-ന്റെ ഒരു പ്രവർത്തക മോനിഷ എന്ന് പറഞ്ഞ പ്രവർത്തകയും 3-4 പേരും കൂടെ വന്നിട്ട് യാതൊരു കാരണമില്ലാതെ ഇവരെ വണ്ടി തടഞ്ഞിട്ട് താക്കോൽ ഊരിക്കൊണ്ട് പോയിട്ട് പോലീസിനെ വിളിച്ചു. പോലീസ് വന്നപ്പോൾ അവരുടെ കൈവശം ഇരുന്ന അവരുടെ കയ്യിൽ നിന്ന് നോട്ടീസ് എടുത്ത് കൊടുത്തിട്ട് എവരാണ് വിതരണം ചെയ്തതെന്ന് പറഞ്ഞ് ഇവരെ പോലീസ് കൊണ്ട് പിടിപ്പിച്ചു. ഞങ്ങൾ അതറിഞ്ഞിട്ട് സ്റ്റേഷനിൽ വന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾ ഈ നോട്ടീസ് കണ്ടിട്ടില്ല. UDF-ന് വേണ്ടി ബോധപൂർവമായി ഈ രണ്ടുപേരെ പോലീസിന്റെ ഒത്താശയോടുകൂടി അറസ്റ്റ് ചെയ്തു. ഇപ്പം ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരിൽ ഇടതുപക്ഷ നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. ഞങ്ങൾ പോലീസുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് കാര്യം ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നിരപരാധികളാണ് എന്ന് അറിഞ്ഞപ്പോൾ രണ്ടുപേരും വിട്ടയച്ചു. പക്ഷേ ഇവർക്ക് രണ്ടും ക്ഷീണമുണ്ട്, അവർ ഹൃദ്രോഗിയാണ്, അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാമാണ്. അവർ നന്നായിട്ട് മോനിഷയും അരുണും അവർ അച്ഛനും കൂടെ ചേർന്ന് നന്നായിട്ട് ഉപദ്രവിച്ച് വണ്ടി തള്ളി താഴെ ഇട്ടു. അതിന്റെ പേരിൽ അവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, കേസെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഇവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പോകാം. അതേസമയം UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാറിനെതിരെ കേസെടുക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന ചട്ടം ലംഘിച്ചെന്നാണ് കണ്ടെത്തൽ. താനൂരിനെ പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ചതിൽ വിശദീകരണവുമായി തിരൂർ LDF സ്ഥാനാർത്ഥി V അബ്ദുറഹ്മാൻ. ഒരു ക്രിക്കറ്റ് മാച്ചിനോട് ഉപമിച്ചായിരുന്നു സംസാരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹോം മാച്ച്, എവേ മാച്ച് എന്ന നിലയിലായിരുന്നു പാകിസ്ഥാൻ പരാമർശമെന്നും അബ്ദുറഹ്മാൻ പറയുന്നു. ഒരു ക്രിക്കറ്റ് മാച്ചാണ് യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ ഹരമുള്ള കാര്യം. അത് നടക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ആ ആരവം പോലെ. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ ഡൽഹി പോയാലും ബോംബെ പോയാലും ഇവിടെ തന്നെ കോഴിക്കോട് പോയാലും എറണാകുളത്ത് പോയാലും നമ്മുടെ നാട്ടിൽ ഒരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടത്തുന്ന ആരവം പോലെയാണ്. എല്ലാ ഭാഗങ്ങളിലും പരസ്യവാഹനങ്ങൾ, ആളുകൾ പരസ്പരം ചർച്ച ചെയ്യുന്നു, ബെറ്റുകൾ വെക്കുന്നു, ഇതെല്ലാം നടക്കുന്നു. ആദ്യത്തെ 2 കളി എന്ന് പറഞ്ഞാൽ 2 മത്സരങ്ങളിൽ നമ്മൾ മുസ്ലിം ലീഗിനെയാണല്ലോ തോൽപ്പിച്ചത്. അതൊരു മാച്ച് വരുമ്പോൾ അങ്ങനെ പറയാം. ഇപ്പോൾ 3ാമത്തെ മാച്ച് നടക്കുന്നത് തിരൂരിലാണ്. ഈ മാച്ചിലും ജയിച്ചാൽ 3 മാച്ച് നമ്മൾ കേരളം ഇനി ആര് ഭരിക്കണമെന്ന് ജനം വിധി എഴുതാൻ മണിക്കൂറുകൾ മാത്രമേയുള്ളൂ. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവത്തിന്റെ ഭാഗമാകാൻ വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തിലെത്തും. 3 ആഴ്ച നീണ്ട ശബ്ദ കോലാഹലത്തിന് ശേഷം ഇന്ന് നിശബ്ദ പ്രചാരണത്തിലേക്കാണ് സ്ഥാനാർത്ഥികൾ പോയിരിക്കുന്നത്. വലിയ അടിയൊഴുക്കുകൾക്ക് കരുനീക്കം നടത്തുന്ന ദിവസം കൂടിയാണ് ഇന്ന്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന്, ഡാനി പോൾ എറണാകുളത്ത് നിന്ന്, തൃശ്ശൂരിൽ നിന്ന്, കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ എന്നിവർ ചേരുകയാണ്. ഡാൻ, എങ്ങനെയാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളുടെ നിശബ്ദ പ്രചാരണം? എന്തെല്ലാം വിഷയങ്ങൾ പറയുന്നുണ്ട് അവർ? വലിയ പ്രതീക്ഷയോടെയാണ് ഓരോ മുന്നണികളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിനം നിശബ്ദ പ്രചാരണത്തിൽ വീടുകൾ കയറിയിറങ്ങിയും കൂട്ടായ്മകൾ സന്ദർശിച്ചുമൊക്കെ അവസാനവട്ടം വോട്ടുറപ്പിക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ത്രികോണ മത്സരം നടക്കുന്ന നേമത്തും വട്ടിയൂർക്കാവിലുമൊക്കെ രാവിലെ തന്നെ സ്ഥാനാർത്ഥികൾ വീടുകൾ ഗൃഹസന്ദർശന പരിപാടികളിലാണ്. പരമാവധി വോട്ടർമാരെ അവസാനമായി ഒരിക്കൽ കൂടി നേരിൽ കണ്ടുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായ വിധിയെഴുത്തുണ്ടാകണമെന്ന ആഗ്രഹം നേരിൽ കണ്ട് വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണ്. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ നമ്മളോട് രാവിലെ പ്രതികരിച്ചിരിക്കുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ വട്ടിയൂർക്കാവ് തിരിച്ചുപിടിക്കുമെന്നാണ്. അതേസമയം VK പ്രശാന്ത് ആകട്ടെ, സിറ്റിംഗ് MLA കൂടിയായ VK പ്രശാന്ത് ആകട്ടെ, UDF-ന്റെയും അതോടൊപ്പം BJP-യുടെയും വോട്ടുകൾ തനിക്ക് ലഭിക്കും, അങ്ങനെ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഉയരുമെന്ന ആത്മവിശ്വാസമാണ് പങ്കുവെക്കുന്നത്. അതേസമയം BJP അവിടെ നിർണായകമായ ഒരു ശക്തിയായി മാറുമെന്ന് ഇരു മുന്നണികളും ഉറപ്പിക്കുന്നുമുണ്ട്. അതായത് BJP പിടിക്കുന്ന വോട്ടുകളായിരിക്കും അവിടെ ആരായിരിക്കും വിജയിക്കേണ്ടത് എന്ന് തീരുമാനിക്കുകയെന്ന് സ്ഥാനാർത്ഥികൾ ഉറപ്പിച്ച് പറയുന്നു. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ CP ജോൺ വലിയൊരു മുന്നേറ്റം നടത്തുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പ്. സമാനമായ തരത്തിൽ BJP ഏറ്റവും പ്രതീക്ഷയോടെ കാണുന്ന നേമത്ത് രാവിലെ മുതൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ വീടുകൾ കയറിയിറങ്ങി അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം വീണ്ടും ഗൃഹസന്ദർശന പരിപാടികളുണ്ട്. തലസ്ഥാനത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് BJP. പ്രത്യേകിച്ച് കഴക്കൂട്ടത്തും നേമത്തും അക്കൗണ്ട് തുറക്കാനാകുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട്. അതോടൊപ്പം UDF ആകട്ടെ 7 മുതൽ 8 സീറ്റുകൾ വരെ തങ്ങൾക്ക് അനുകൂലമായി ലഭിക്കുമെന്ന ആത്മവിശ്വാസം പങ്കുവെക്കുന്നുണ്ട്. അതേസമയം LDF ക്യാമ്പിൽ നിലവിലുള്ള 13-ൽ 10 സീറ്റുകൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും നിലനിർത്താനാകുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ്. എന്തായാലും വിധി എഴുതാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും കൂട്ടലും കിഴിക്കലുമായി അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഓരോ മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ. ശരി, ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അവസാന നിമിഷങ്ങളിൽ വോട്ട് ഉറപ്പിക്കുവാനുള്ള നീക്കത്തിലാണ് എല്ലാ മുന്നണി സ്ഥാനാർത്ഥികളും. അതേസമയം പാലക്കാട് വോട്ടിന് പണം എന്നതിന് പുറമെ വോട്ടിന് സാരി വിവാദവും ഇപ്പോൾ ഉണ്ട്. നേരത്തെ CPM-ന്റെ നിതിൻ കണിച്ചേരി പറഞ്ഞിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് ശോഭാ സുരേന്ദ്രന് വേണ്ടി
BJP സാരികൾ വിതരണം ചെയ്യുന്നു എന്നുള്ള കാര്യം, ഇതേക്കുറിച്ചുള്ള ദൃശ്യങ്ങളും പുറത്തുവിടുകയാണ് ഇപ്പോൾ എതിർ മുന്നണിയിലുള്ള പ്രവർത്തകർ എന്നുള്ളതാണ്. നേരത്തെ കോൺഗ്രസ് ആണ് വോട്ടിന് പണം നൽകുന്നു BJP എന്നുള്ള ആരോപണം ശക്തമാക്കുകയും അതിന് സാധൂകരിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ടതും അതിനെ പ്രതിരോധിക്കുവാൻ BJP ശ്രമിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ വോട്ടിന് സാരി എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നത്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, രമേശ് പിഷാരടി, NMR റസാഖ് പോരാട്ടം കനക്കുന്നതിനിടെയാണ് ശോഭാ സുരേന്ദ്രനെതിരെയുള്ള നീക്കം ശക്തമാകുന്നത്. അതേസമയം ഇതിന് മറുപടി പറയേണ്ടത് ശോഭാ സുരേന്ദ്രനാണ്. BJP പല വീടുകളിലും സാരികൾ വിതരണം ചെയ്തെന്ന് കോൺഗ്രസും CPM-ഉം ആരോപിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ചിത്രങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനെതിരെ രാഷ്ട്രീയ നീക്കം കൂടുതൽ ശക്തമാക്കുവാനാണ് മുന്നണികളുടെ തീരുമാനം. നേരത്തെ ഇതേക്കുറിച്ച് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ പ്രതികരിച്ചിരുന്നു. KC വേണുഗോപാലും തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് നടത്തിയിരിക്കുന്നത്, ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് അയോഗ്യയാക്കണം എന്നുള്ള കാര്യം കൂടി ആവശ്യപ്പെടുകയാണ് UDF-ഉം LDF-ഉം. ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു. സാരികൾ വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിടുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ പലയിടങ്ങളിലും ഇങ്ങനെ സാരികൾ വിതരണം ചെയ്ത് വോട്ടർമാരെ സ്വാധീനിക്കുവാനുള്ള ശ്രമങ്ങൾ ശോഭാ സുരേന്ദ്രന് വേണ്ടി നടത്തുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ടിന് പണം, വോട്ടിന് സാരി, ഇങ്ങനെ ഉപഹാരങ്ങൾ നൽകി വോട്ട് സ്വരൂപിക്കുന്നതിനുള്ള നീക്കം നടത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. ജയിക്കുവാൻ കഴിയില്ല എന്ന് ഉറപ്പായതിനെ തുടർന്നാണ് ഇങ്ങനെ വോട്ടർമാരെ പണം കൊടുത്തും ഉപഹാരങ്ങൾ നൽകിയും സ്വാധീനിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്ന് UDF-ഉം LDF-ഉം ആരോപിക്കുകയാണ്. CV അനുമോദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, വോട്ടിന് പണം, അത് ഇപ്പോൾ പ്രതിരോധിക്കുവാൻ BJP പാടുപെടുന്നു. ആ സമയത്ത് ഏത് സ്ഥലങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ, ഫോട്ടോകൾ പുറത്തു വന്നിട്ടുള്ളത്? മഞ്ജുഷ, പാലക്കാട് BJP-യെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും. നേരത്തെ പണം കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതം കോൺഗ്രസ് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ സാരി നൽകുന്നതിന്റെ ഫോട്ടോകൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന് ഏത് തരത്തിൽ ഈ ഇടതുപക്ഷത്തിന്റെ ഈ നീക്കത്തെ BJP ന്യായീകരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. നേരത്തെ തന്നെ പല മരണ വീടുകളിലും അതേപോലെ മറ്റിടങ്ങളിലൊക്കെ പണം, ക്ഷേത്രങ്ങളിലൊക്കെ പണം BJP വാരി വിതറുന്നതായിട്ടുള്ള ആരോപണം, അല്ലെങ്കിൽ കൂടുതൽ കൊടുക്കുന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ തെളിവുകളൊന്നും പുറത്തുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സാരി നൽകുന്നതിൻ്റെ ഫോട്ടോകളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും BJP-യെ സംബന്ധിച്ച് വോട്ടിന് വേണ്ടി ഇത്തരത്തിൽ ഉപഹാരങ്ങളും പണവും നൽകുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്, വോട്ടിങ്ങിന് കേവലം മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പ്രതിരോധിക്കാൻ പാടുപെടുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. ഇതിന് ശോഭാ സുരേന്ദ്രൻ 3 മണിയോടെ, ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ BJP-യുടെ നേതൃത്വം ഈ 3 മണിയോടെ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷേ BJP ജില്ലാ നേതൃത്വമായിരിക്കാം ഇതിൽ വിശദീകരണം നൽകുന്നുണ്ടായിരിക്കാം. എന്തുതന്നെയാണെങ്കിലും BJP ഈ കാര്യത്തിൽ ഏതൊക്കെ തരത്തിൽ ന്യായീകരിച്ചാലും ദൃശ്യങ്ങളും അതേപോലെ ഫോട്ടോകളുമൊക്കെ തെളിവുകളായി പുറത്തു നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിങ്ങിൻ്റെ കേവലം മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള സമയത്ത് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് BJP-യെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയായിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് പണം നൽകി ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നത് ഒരു ഗുരുതരമായിട്ടുള്ള ആക്ഷേപമായിട്ട് തന്നെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ BJP-ക്ക് ഇത് വലിയ ഒരു തലവേദനയാകും, വലിയ തിരിച്ചടി നൽകാനുള്ള സാധ്യത തന്നെയാണ് ഈ വിഷയങ്ങൾ നൽകുന്നത്. ശരി, ഏതായാലും ഈ ദൃശ്യത്തിൽ ഈ സാരി കൊടുക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന രീതിയിൽ ആ കാര്യങ്ങൾ കൂടി പുറത്തുവിടും എന്ന് തന്നെ ഇപ്പോൾ കരുതുകയാണ്. ഇത് BJP പ്രവർത്തകരാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ഒക്കെ ആരോപണം വന്നിട്ടുള്ളത്. പക്ഷേ ഇതിനേക്കാൾ ഗുരുതരമായിരുന്നു നേരത്തെ വോട്ടിന് പണം എന്നുള്ള ആരോപണം. ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പണം നൽകുന്നതും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ പണം കൊടുത്ത സ്ത്രീ ശോഭാ സുരേന്ദ്രൻ്റെ വാഹനത്തിലേക്ക് നടന്നു വരുന്നതും വാഹനത്തിൽ കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യവും പുറത്തു വന്നതാണ്. ഇതിന് ശോഭാ സുരേന്ദ്രൻ നൽകിയ വിശദീകരണം തന്നെ കോൺഗ്രസ് നേതാക്കൾ പിന്തുടർന്നു വന്ന് ദൃശ്യങ്ങൾ പകർത്തി അത് തെറ്റായ രീതിയിൽ ആണ് എഡിറ്റ് ചെയ്ത് പുറത്തുവിട്ടിട്ടുള്ളത് എന്നുള്ള വിശദീകരണമാണ് ഇതിനകം ശോഭാ സുരേന്ദ്രൻ നൽകിയിട്ടുള്ളത്. വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് പറയാമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. മാധ്യമങ്ങളെ ശോഭാ സുരേന്ദ്രൻ കാണും. കൊല്ലത്ത് UDF-ന്റെ കൊട്ടിക്കലാശം കഴിഞ്ഞ് മടങ്ങിയപ്പോൾ കാറിടിച്ച് കായിക താരങ്ങൾക്ക് പരിക്കേറ്റ സംഭവം രാഷ്ട്രീയ വിവാദമാവുകയാണ്. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയുടെ മകന്റെ പേരിലുള്ള വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. KSU-കാരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. കാർ ഓടിച്ച നെയ്യാറ്റിൻകര സ്വദേശി ദേവനന്ദനെതിരെ കേസെടുത്തിട്ടുണ്ട്. വാഹനം ഓടിച്ച യുവാവ് മകന്റെ സുഹൃത്തും തിരുവനന്തപുരത്തെ CPM നേതാവിന്റെ മകനുമാണെന്നാണ് ബിന്ദു കൃഷ്ണയുടെ വിശദീകരണം. കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ 2 പെൺകുട്ടികളിൽ ഒരാൾ വെന്റിലേറ്ററിലാണ്. തന്റെ മകൻ വാഹനത്തിലുണ്ടായിരുന്നില്ലെന്നാണ് ബിന്ദു കൃഷ്ണ പറയുന്നത്.
യെസ്, വിനീഷ് കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. വിനീഷ്, ഇക്കാര്യത്തിൽ ബിന്ദു കൃഷ്ണയ്ക്കെതിരെ ഇതൊരു ആയുധമാക്കുകയാണല്ലോ ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥികൾ. എന്താണ് ബിന്ദു കൃഷ്ണ നൽകുന്ന വിശദീകരണം? തീർച്ചയായും മഞ്ജുഷ, ഇത് UDF പ്രവർത്തകരുടെ കാറിടിച്ച് കായിക താരങ്ങൾക്ക് പരിക്കേറ്റ സംഭവത്തിലാണ് പോലീസ് കേസെടുത്തത്. ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൊല്ലം ഈസ്റ്റ് പോലീസിൽ ആണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അപകടത്തിൽ ഹോക്കി താരങ്ങളായ ചിന്നു ലക്ഷ്മി 13 വയസ്സാണ്, ധനലക്ഷ്മി എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. കാറ് അമിത വേഗതയിലായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും തെറിച്ച് കായലിൽ വീഴുകയും ചെയ്തു. അങ്ങനെ നാട്ടുകാരും ഫയർഫോഴ്സും ഇടപെട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തുകയും കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. ചിന്നു ലക്ഷ്മിയുടെ തലയ്ക്കും മുറിവ് ഉണ്ടായിരുന്നു, നട്ടലിനും ഗുരുതരമായി പരിക്കുണ്ടായിരുന്നു, അസ്ഥിക്ക് പൊട്ടലുണ്ട്, രക്തസ്രാവം അടക്കം ഉണ്ടായിരുന്നു. അങ്ങനെ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയാണ്. നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്, FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അമിത വേഗതയിൽ അശ്രദ്ധമായിട്ട് വാഹനം ഓടിച്ചു എന്നാണ് കേസ്. അപ്പം നിലവിൽ ഇതിൽ പ്രതി പോലീസ് കസ്റ്റഡിയിലാണ്. അപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ബിന്ദുകൃഷ്ണ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകിയിട്ടുണ്ട്. ബിന്ദുകൃഷ്ണയുടെ മകന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് ഈ അപകടത്തിൽപ്പെട്ടത്. മകന്റെ സുഹൃത്താണ് വാഹനം ഓടിച്ചതെന്ന് പറയുന്നുണ്ട്. CPM നേതാവിന്റെ മകനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള വിശദീകരണം നൽകി. എന്തായാലും ഈ ആശുപത്രിയിൽ എല്ലാ പാർട്ടിക്കാരും എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദം പുകയുന്നുണ്ട്. പക്ഷേ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. മഞ്ജുഷ്. ശരി, വിനേഷാണ് വിവരങ്ങൾ നൽകിയത്. എം സ്വരാജിന് മറുപടിയുമായി മാത്യു കുഴൽനാടൻ. എല്ലാത്തിനും കോടതിയിൽ പോകുന്നതിൽ അഭിമാനമേ ഉള്ളൂ. അന്തം കമ്മികളെ പോലെ സ്വരാജ് സംസാരിക്കരുത്. സ്വരാജ് നന്നായി നടക്കുന്നുണ്ടല്ലോ എന്നും എന്താണ് ഉപജീവന മാർഗമെന്ന് ചോദിക്കുന്നില്ലെന്നും കുഴൽനാടൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം സ്വരാജ് കോടതി പോകുന്നതിനെ ആക്ഷേപിച്ച് പറഞ്ഞത് ഞാൻ കേട്ടു. എനിക്ക് അദ്ദേഹത്തോടും അദ്ദേഹം ഒരു ബഹുമാനമൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തെ പോലെ ഒരാൾ ഇത്രയും തരംതാണ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അന്തം കമ്മികളായിട്ടുള്ളവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ കോടതിയിൽ പോകുന്നത് ജോലി ചെയ്ത് ജീവിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ എന്റെ രാഷ്ട്രീയത്തിൽ നിന്നും 1 രൂപ വീട്ടിൽ കൊണ്ട് എന്റെ കാര്യത്തിന് ഉപയോഗിക്കുന്ന ആളല്ല. ഞാൻ അധ്വാനിച്ച് വരുമാനത്തിന് തൊഴിൽ, രാഷ്ട്രീയം സേവനം എന്നതായിരിക്കണം പുതിയ തലമുറയുടെ കാഴ്ചപ്പാടെന്ന് സമൂഹത്തോട് പറഞ്ഞ വ്യക്തിയാണ്. അതിന്റെ അന്തസ്സ് പാലിക്കാൻ ഞാൻ കോടതിയിൽ കേസുകൾ നടത്തിയിട്ടുണ്ട്. അത് കേസ് ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. ഞാനത് ചോദിക്കുന്നില്ല. സ്വരാജ് കോടതി പോയിട്ട് എന്തായെന്ന് മറ്റാരെങ്കിലും ചോദിച്ചാൽ അദ്ദേഹത്തിന് മറുപടി ഉണ്ടോ? നിങ്ങളുടെ ഈ ആക്ഷേപം അധിക്ഷേപം കൊണ്ട് എന്റെ കോടതി പോക്ക് നിർത്തില്ല. കാരണം ദാറ്റ് ഈസ് മൈ ബ്രെഡ് ആൻഡ് ബട്ടർ. ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നവനാണ്. സ്വരാജിനോട് നീ വിരലി കൊണ്ട് ചോദിച്ചാൽ നിങ്ങൾ എല്ലാം ഭംഗിയായിട്ട് കാര്യങ്ങൾ കൊണ്ടുനടക്കുന്നുണ്ട്, പോകുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ എന്ത് ജോലി എടുത്തിട്ടാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ മറുപടി ഉണ്ട്. അതൊന്നും എന്നെ കൊണ്ട് ചോദിപ്പിക്കരുത്, പറയിക്കരുത്. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ ബാലറ്റ് കിട്ടിയില്ലെന്ന ആക്ഷേപത്തിൽ ഹൈക്കോടതി ഇടപെട്ടു. 2 മണിക്കകം ബാലറ്റ് കിട്ടാൻ നിർദ്ദേശം നൽകി. അപേക്ഷ പരിഗണിച്ച് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ നടപടിയെടുക്കണം. പോസ്റ്റൽ ബാലറ്റ് നൽകിയെന്ന് 3:30-കകം ഹൈക്കോടതിയെ അറിയിക്കാനും ഉത്തരവിലുണ്ട്. പശ്ചിമേഷ്യയിൽ താൽക്കാലിക ആശ്വാസം. അമേരിക്കയും ഇറാനും 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഹോർമൂസ് കടലിടുക്ക് തുറക്കാമെന്ന് ഇറാൻ ഉറപ്പ് നൽകിയതോടെയായിരുന്നു നിർണായകമായ നീക്കം. യുദ്ധം അമേരിക്ക വിജയിച്ചെന്ന് ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ഒന്നും അവസാനിച്ചിട്ടില്ലെന്നും തങ്ങളുടെ വിരലുകൾ കാഞ്ചിയിൽ തന്നെ ഉണ്ടെന്നും മുസ്തഫ ഖമനേയി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനിലെ ആക്രമണം അവസാനിപ്പിച്ചാലും ലെബനനിലെ സൈനിക നടപടികൾ തുടരുമെന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. സംഘർഷാവസ്ഥ ശമിച്ചതോടെ ക്രൂഡ് ഓയിലിന്റെ വില 17% താഴ്ന്നു. ഓഹരി വിപണിയും മെച്ചപ്പെട്ടു. അജയ് സുധാ ബിജു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഭീഷണികൾ നടക്കില്ല എന്നറിഞ്ഞുകൊണ്ടുള്ള പുതിയ നീക്കമായിരുന്നുവല്ലോ അമേരിക്കയുടേത്. ശരിക്കും പറഞ്ഞാൽ ട്രംപിന്റെ പരാജയം എന്ന് തന്നെ ഇതിനെ പറയാമല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ അമേരിക്ക ഇറാനിൽ ലക്ഷ്യം കണ്ടിരുന്ന പല കാര്യങ്ങളും അത് ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല, ഹോർമുസ് കടലിടുക്ക് തുറക്കണം എന്നുള്ള ഒരു സമ്മർദ്ദത്തിലേക്ക് അമേരിക്ക പിന്നീട് നീണ്ടുപോയി എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇറാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാനോ അവിടെയുള്ള മറ്റ് ആണവ സമ്പുഷ്ടീകരണം അത് അവസാനിപ്പിക്കാനോ ഒന്നും തന്നെ US-ന് സാധിച്ചതായിട്ട് നിലവിൽ റിപ്പോർട്ടുകളില്ല. എന്നാൽ ട്രംപിന്റെ അവകാശവാദം എന്ന് പറയുന്നത് ഈ യുദ്ധം അമേരിക്ക വിജയിച്ചു എന്ന് തന്നെയാണ്. അതുമാത്രമല്ല, വൈറ്റ് ഹൗസിന്റെ ഭാഗത്ത് നിന്ന്
ഔദ്യോഗികമായി പുറത്തു വന്നിട്ടുള്ള പ്രസ്താവനയും US യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞു. നിലവിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇറാന്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ടാണ് ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാണ്. എന്തായാലും ഈ പാകിസ്ഥാൻ തന്നെയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിലവിലെ ആശയവിനിമയങ്ങൾക്ക് മധ്യസ്ഥത വഹിച്ചത്. നിലവിൽ ട്രംപ് ഇറാനെ ആക്രമിക്കുമെന്ന് നിശ്ചയിച്ചിരുന്ന സമയത്തിന് 1.5 മണിക്കൂർ മുൻപാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ട്രംപിന്റെ ഭാഗത്തു നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗികമായ അറിയിപ്പുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത 2 ആഴ്ചത്തേക്ക് അമേരിക്ക ഇറാനിൽ യാതൊരു ആക്രമണവും നടത്തില്ല, അതുപോലെ ഇറാനും തിരിച്ചാക്രമിക്കില്ല എന്ന് ഇപ്പോൾ നിലവിൽ അവരുടെ ഭാഗത്തു നിന്ന്, ഇറാന്റെ ഭാഗത്തു നിന്ന് പത്രക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുമുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു സമയപരിധിക്കുള്ളിൽ ഇറാൻ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങളും അമേരിക്കയുടെ 15 നിർദ്ദേശങ്ങളും ചർച്ചയാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ചാണ് അമേരിക്കയുടെയും ഇറാന്റെയും ഉദ്യോഗസ്ഥർ നേരിട്ട് ചർച്ചകൾ നടത്തുക. പാകിസ്ഥാനായിരിക്കും ഇതിന്റെ തുടർന്നുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുക. അമേരിക്കയും അതുപോലെ ഇറാനും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫിനും അതുപോലെ സൈനിക മേധാവിയായിട്ടുള്ള അസീം മുനീറിനും നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ അമേരിക്കയുടെയും ഇറാന്റെയും നിർദ്ദേശങ്ങളിൽ പലതും പരസ്പരം കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് ചർച്ചകൾക്ക് ഒരു ഭീഷണിയായിട്ട് ഉണ്ട്. അതുമാത്രമല്ല, നിലവിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത് തങ്ങൾ ഇറാനിലേക്കുള്ള ആക്രമണങ്ങൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്, എന്നാൽ ലെബനിലുള്ള തങ്ങളുടെ സൈനിക നടപടികൾ തുടരും എന്നാണ് ഇസ്രായേൽ അറിയിച്ചിട്ടുള്ളത്. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമനേയി വ്യക്തമാക്കിയിട്ടുള്ളത് ഈ സംഘർഷങ്ങൾ അവസാനിച്ചിട്ടില്ല, യുദ്ധം ഒരിക്കലും അവസാനിച്ചിട്ടില്ല, നിലവിലുള്ള ഒരു ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ തങ്ങൾ സൈനികർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ അമേരിക്കയും ഇസ്രായേലും ഓർക്കണം, തങ്ങളുടെ കൈ ഇപ്പോഴും കാഞ്ചിയിൽ തന്നെ ഉണ്ട് എന്നാണ് മുജ്തബ ഖമനേയി നിർദ്ദേശം നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.